Hello, good morning. Screen and voice okay അല്ലേ? Okay.
Okay, so let's start the class. So good morning to all. Okay, so last class we have studied about shortest job first algorithm, both primitive and non-primitive version. Okay, so non-primitive primitive version was known as shortest remaining time first algorithm, SRTF, SRTF algorithm. Hmm? So the main problem, okay, the main problem in shortest job is that starvation. Okay, what is starvation എന്നുള്ളൊരു question വരാം. Okay, just for 3 marks. എന്താണ് starvation? Okay, indefinite waiting of a process is known as starvation. Indefinite waiting means they are waiting. Actually, a process will be ready, okay, but they are waiting, and they will be executed at last. Okay, so that indefinite waiting period, okay, that problem is known as starvation. Okay, so here in this example, okay, consider this example. Here, see, here P1 got ready. Okay, initially P1 was ready because arrival time is 0. So P1 burst time is 8 seconds or 8 millisecond. So here initially P1 worked for 1 millisecond, and after that in SJF SRTF algorithm, P1 got executed at last. Okay, ഫസ്റ്റ് ഒരു യൂണിറ്റ് അവർ എക്സിക്യൂട്ട് ചെയ്തു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രീംഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് ഓൺലി P1 ഗോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ, സോ ഹിയർ എന്ത് ചെയ്തു, P1 എന്താണ് വെയിറ്റിംഗ് ആണ്. ആക്ച്വലി P1 വാസ് റെഡി, ബട്ട് നമ്മൾ SRTF അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ വി ആർ പ്രിഫറിംഗ് ഷോർട്ടസ്റ്റ് ജോബ് ആൻഡ് ഓൾസോ പ്രീംഷൻ ഇസ് ദർ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ സം പ്രോസസ് ഹാവ് ടു വെയിറ്റ് ടിൽ ലാസ്റ്റ് ഈവൻ ദോ ദേ ആർ റെഡി. Okay, they have to wait. So that indefinite waiting problem is known as starvation. Okay, so and what is the solution? What is the solution for starvation? It is aging. Okay, aging is the solution. So this is very important. What is the problem that occur in SJF? Actually, it is starvation problem, and how to overcome it? You can give a solution known as aging. Okay, so എന്താണ് aging? According to time, okay, as the time increases, the priority of the process can be increased. Okay, that is aging. Okay, the priority of the process can be increased. Okay, so നമുക്കത് ഡിസ്കസ് ചെയ്യാം. Okay, so priority basic example നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ബേസിക് എക്സാമ്പിൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഏജിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നോർമലി എന്താണ് ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പം പ്രയോറിറ്റി കുറഞ്ഞ പ്രോസസ്സ്, ഓക്കെ, പ്രയോറിറ്റി കുറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടി വരും, കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവൻ ദോ ദേ ആർ റെഡി, ദേ ഹാവ് ടു വെയിറ്റ്. സോ ആ ഒരു വെയിറ്റിംഗ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ 10 സെക്കൻഡോ 10 മില്ലി സെക്കൻഡോ അങ്ങനെ ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ആ ഒരു ടൈം ആവുമ്പോൾ, ഓക്കെ, ടൈമർ പോലെ ഇപ്പൊ എവറി 15 മിനിറ്റ്സ്, ഓക്കെ, അല്ലെ എവറി 10 മിനിറ്റ്സ് എന്ത് ചെയ്യുക, ഓരോ പ്രോസസ്സിന്റെയും പ്രയോറിറ്റി കൂട്ടിക്കൊണ്ടുവരിക, പ്രയോറിറ്റി കൂട്ടുക. അങ്ങനെ പ്രയോറിറ്റി കൂട്ടി വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ അവോയ്ഡ് ഇറ്റ്. ഓക്കെ, ബേസിക്കലി വെയിറ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റാർവേഷൻ മീൻസ് യു ഹാവ് ടു വെയിറ്റ്. എ പ്രോസസ് ഹു ഇസ് റെഡി ഷുഡ് ഹാവ് ടു വെയിറ്റ്, ഓർ ലോവർ പ്രയോറിറ്റി പ്രോസസ് ഹാസ് ടു വെയിറ്റ് ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്, എപ്പോഴും പ്രയോറിറ്റി ലോ ആയിട്ട് കിടക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സോ എന്ത് ചെയ്യുക, അതിന്റെ പ്രയോറിറ്റി മെല്ലെ മെല്ലെ കൂട്ടുക. ഓക്കെ, അതിനൊരു ടൈം സെറ്റ് ചെയ്യും. ഫോർ എവറി ഇപ്പം ഫോർ എക്സാമ്പിൾ 15 മിനിറ്റ്സ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ, എല്ലാ 50 മിനിറ്റ്സ് ആവുമ്പോഴും എന്ത് ചെയ്യും, പ്രോസസ്സിന്റെ പ്രയോറിറ്റി ഒന്ന് റേസ് ചെയ്യുക. ഓക്കെ, ഹൈയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആവുമ്പം ഈ ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പ്രോബ്ലം in this scheduling algorithm, priority scheduling algorithm. Priority ഒന്ന് കൂട്ടിയാൽ മതി. Starvation is the problem, aging is the solution. Okay, so just for 3 marks, it can be asked, what is starvation and how it can be solved. Okay, so you have to write starvation is basically an indefinite waiting problem in scheduling, priority scheduling algorithm. Okay, that is low process has to wait
Okay, until it completes, all the other process completed its execution. So that waiting is known as starvation. And how to avoid it? Aging is the solution. Aging means a particular time you have to increase the priority of the process. So അങ്ങനെ ഓരോ സെക്കൻഡ്സിലോ അല്ലെ ഓരോ മിനിറ്റ്സിലോ ഇൻക്രീസ് ചെയ്യുന്നതോറും അതിന്റെ priority will be high and they can execute, okay, based on the scheduling. So that is the 2 points in this priority scheduling. So we know that in the priority scheduling, the lowest number, okay, priority will be assigned to all the process. The number with the lowest value will be high priority. So here P2 will be having highest priority because it is the lowest number. First priority P2, then P5, then P1, then P3, and at last P4 will be executed. So this is the simple example having arrival time 0. You have to consider only the process and its priority, and here arrival time equal to 0. So this is the basic example of priority scheduling, and the Gantt chart is given there, and you have to find out total average turnaround time and average waiting time. Okay, now you have to consider the example having different arrival time. Okay, different arrival time വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോൺ പ്രീംറ്റീവ് കേസ് നോക്കാം. ഓക്കെ, നോൺ പ്രീംറ്റീവ് ഈസി ആണ്. ഓക്കെ, പ്രയോറിറ്റിനെ നോക്കുക. ഓക്കെ, so here എന്താണ്, there are 5 process, arrival time is given, burst time is given, and priority order is given. Okay, here first priority goes to P3 actually. Okay, P3 കാണ് ഫസ്റ്റ്, കാരണം 1 ആണ് നമ്പർ, P3 ആണ് ഫസ്റ്റ് priority, but we have to check the arrival time. See, P3 ആണ് first priority, but its arrival time is 2 millisecond. Okay, so starting നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? P3 ന് കൊടുക്കാൻ പറ്റില്ല. So arrival time 0 ആയിട്ട് ആര് കിടക്കുന്നുണ്ട്? P1 ഉണ്ട്. So at 0 millisecond P1 ആണ് റെഡി ആയിട്ടുള്ളത്. ഓക്കെ, സോ പ്രയോറിറ്റി P3 ആണേലും ചെക്ക് ദ അറൈവൽ ടൈം. അറൈവൽ ടൈം ആർക്കാണ്? അറൈവൽ ടൈം 0 ആയിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരാണ് റെഡി ആയിട്ടുള്ളത്? P1 ആണ് റെഡി ആയിട്ടുള്ളത്. സോ P1 ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, ബേഴ്സ്റ്റ് ടൈം എത്രയാണ്? 9 millisecond. ഓക്കെ, ഇറ്റ് ഈസ് നോൺ പ്രീംറ്റീവ്, പ്രീംഷൻ ഒന്നും വരുന്നില്ല, നോൺ പ്രീംറ്റീവ് ആണ്. പ്രയോറിറ്റി നോക്കും, ബട്ട് പ്രയോറിറ്റി എന്താണ് ശരിക്കും പറഞ്ഞാൽ? P1ന്റെ പ്രയോറിറ്റി ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്, 5 ആണ്. ബട്ട് അറൈവൽ ടൈം 0 ആയതുകൊണ്ട് P1 വർക്ക് ചെയ്യും. ഓക്കെ, P1 വർക്ക് ചെയ്തതിന് ശേഷം അപ്പൊ എത്രയായി? 9 millisecond ആയി കംപ്ലീഷൻ. ഓക്കെ, 9 millisecond ആയി. അപ്പോ 9 millisecond ആവുമ്പോഴേക്ക് അറൈവൽ ടൈം നോക്കൂ, എല്ലാവരും വന്നിട്ടുണ്ട്. 4 millisecond ആവുമ്പോഴേക്ക് എല്ലാ പ്രോസസ്സും വന്നിട്ടുണ്ട്. ഓക്കെ, സോ 9 millisecond ആവുമ്പോഴേക്ക് ആരൊക്കെയാണ് റെഡി? എന്തായാലും P1 got completed. P1 9 millisecond വർക്ക് ചെയ്തു, ഇറ്റ് ഗോട്ട് കംപ്ലീറ്റഡ്. ഇനി ആരൊക്കെയാണുള്ളത്? P2 ഉണ്ട്, P3, P4, P5 എല്ലാവരും റെഡിയാണ്. സോ അറ്റ് ദാറ്റ് ടൈം ചെക്ക് ദ പ്രയോറിറ്റി. ഓക്കെ, ഇഫ് ഓൾ ദ പ്രോസസ് ആർ റെഡി, ചെക്ക് ദ പ്രയോറിറ്റി. ഓക്കെ, ആ പ്രയോറിറ്റി നമ്പറിൽ നോക്കൂ, 1 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. സോ P3 ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഫോർ ഹൗ മെനി സെക്കൻഡ്സ്? 5 milliseconds. ഓക്കെ, P3യുടെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. സോ 5 milliseconds എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ നൗ ദ കംപ്ലീഷൻ ടൈം ഈസ് 14. ഓക്കെ, 14 ആയി. കാരണം നോൺ പ്രീംറ്റീവ് വേർഷനിൽ നമുക്ക് ജസ്റ്റ് കംപ്ലീഷൻ ടൈമും സ്റ്റാർട്ടിംഗിലെ അറൈവൽ ടൈം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നോൺ പ്രീംറ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 1 by 1 ആയിട്ട് ഓരോ മില്ലി സെക്കൻഡിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എപ്പോഴും ഏത് അൽഗോരിതത്തിലാണെങ്കിലും പ്രീംറ്റീവ് വേർഷനിലാണ് നമ്മൾ അത് ചെക്ക് ചെയ്യുക. നോൺ പ്രീംറ്റീവിന്റെ കേസിൽ അതൊരു പ്രശ്നമില്ല. ബിക്കോസ് വെൻ എ പ്രോസസ് ഇസ് റെഡി ടു എക്സിക്യൂട്ട് ആൻഡ് റെഡി ആണെങ്കിൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ് നോൺ പ്രീംറ്റീവില്. ഓക്കെ, അതുകൊണ്ടാണ് P1 ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. ബട്ട് സ്റ്റിൽ അവർ അറൈവൽ ടൈം 0 ആയതുകൊണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് 9 millisecond വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോ P3 got executed. നെക്സ്റ്റ് 14 millisecond ആരൊക്കെയാണ് റെഡി? P2, P4, P5. ചെക്ക് ദ പ്രയോറിറ്റി. ആർക്കാണ്? 2 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. സോ P4 will be executed for 7 millisecond. 7 ആണ് ബേഴ്സ്റ്റ് ടൈം. സോ 14 plus 7, 21.
Okay, 21 millisecond I. At that time, check the priority. P2, P5 is ready with priority 3, 4. Okay, so highest priority ആർക്കാണ് 3 കാണ്. Okay, so P2 got executed for 4 millisecond. 4 millisecond. 21 plus 4, 25. Okay, in at last 25 millisecond, P5 is the only process that has to be executed and its priority is 4. So it will be executed. Okay, for the burst time 3 unit ആണ്. 25 plus 3, 28. You can match it. Total burst time 28 ആണ്. Last completion time എന്താണ് 28 ആണ്. Okay, so this is the case of priority scheduling in non-preemptive version. No preemption is there. Okay, check for the arrival time. Okay, ഇപ്പം arrival time എല്ലാവരുടെയും 0 ആണെങ്കിൽ just priority മാത്രം നോക്കിയാൽ മതി. Okay, അല്ല arrival time different ആണെങ്കിൽ you have to check at 0 millisecond which one is ready. Okay, that have to be. ഇനിയിപ്പം 2 പേര് റെഡിയാണ്. At 0 millisecond 2 പേര് റെഡി ആണെങ്കിൽ you can check the priority. ടൈ വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ P2ന്റെ അറൈവൽ ടൈമും 0 ആണെങ്കിൽ both P1 and P2 are ready at 0 millisecond. So at that time you have to check the priority. P1ന്റെ priority 5 ആണ്, P2ന്റെ priority 3 ആണ്. So at that time which one will be executed? Priority 3. Okay, 3 is having the highest priority. So 3, process number P2 will be executed. So you have to check. Okay, if there is a tie in the arrival time, you can check for the priority. No need to check for the burst time. Okay, burst time need not be considered. Check for the arrival time and check for the priority. So that is non-preemptive version. Is it clear? Clear or no? So this is the second case. Okay, first one we have studied about simple example, and this is the non-preemptive version with arrival time, different arrival time. Is it clear? Abhishek, Akhil, Anuja, Arpit, Jarish, Minhaj. Is it clear? Any doubt in this problem? Nandita, Nuha. Okay, Arpit. Any other doubt? Rohit, Amal, Anish, Rasi. Okay. So let's move on to the next example. So here calculation and all is same. Okay, you have to write the process number, arrival time you have to write, burst time you have to write, priority number also you have to write. Okay, then completion time, turnaround time, waiting time. You have to calculate and find the average turnaround time and waiting time. Okay, that is same. Okay, so next problem. Okay, next problem. You have 4 processes there. Arrival time are different, burst time is given, and priority order is given. Okay, so here also. Okay, at 0 millisecond. Okay, at 0 millisecond, actually P3 is the highest priority. So P3 is highest priority because the priority number is 1. Okay, but the arrival time is 4. So you cannot execute P3. Okay, so check for the arrival time at 0. At 0 millisecond, P1 got ready. Okay, P1. So P1 will be executed for burst time 60 millisecond. Okay, so 0 to 60 millisecond, P1 will be executed. Okay, now at 60 millisecond, okay, at 60 millisecond, all the process will be ready because actually the last process has arrived at 9 millisecond. Okay, so by 60 millisecond, all the process will be ready. Okay, and P1 got executed also. So the left out process is P2, P3, P4 with priority 214. Okay, so at that time you have to select the process with the highest priority. So which one is the highest? P3 on highest. Okay, because priority number 1 on, so P3 will be the highest one.
P3 select out. P3 will be executed for 40 millisecond. So 60 plus 40, 100i. Okay. Next, at 100 millisecond, P2 and P4 are waiting. P2 and P4 with priority 2 and 4. Okay. Appo highest priority 2 ആണ്. So P2 will be executed. Okay. 30 millisecond ആണ് burst time. So 100 plus 30, 130 millisecond P2 work here. Okay. Next, at 130 millisecond, only P4 is remaining with priority 4. So it will be executed. Okay, at last. So total burst time is 140 and the total completion time is 140. Okay, clear? Then you have to draw the table and calculate it. Okay, clear? Clear ano? Fasna, Fatima Ramshada, Hridul, Liana, Mithun, Shafiq, Nandita. Clear ano? Priority scheduling, non-preemptive version. എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ബാക്കി ആരും? അർപ്പിത് ഓക്കെ. ബാക്കി ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ഐശ്വര്യ, ആരോമൽ, നന്ദിത, ഋഷികേശ്, റിസ്വിൻ, ഋതിക്, രോഹിത്, സെജാൾ, സെവിൻ, വിഷ്ണു, വൈഷ്ണവ്, യാദവ്. Okay. So, okay. So next one, preemptive version. Okay, preemptive version of priority scheduling. Preemptive version. Okay. So, നമുക്കറിയാം preemptive എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? You have to switch the CPU. Okay, CPU switch വരും. So 1 by 1 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. Okay. So here 4 processes are given. Arrival time is different. Burst times are given. Priority order is given. See, here the priority starts from 0. 0, 1, 2, 3. Okay. So 0 will be having the highest priority. Okay. Lowest number ഏതാണോ priority തന്നിട്ടുള്ളത്, that will be the highest one. Okay. Sometimes it will be 0, otherwise it will be 1. Okay. അതാണ് highest priority. So നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. Okay. Actually, highest priority P3 ആണ്. But P3 arrives at 3 millisecond. Okay. So it should not be executed first. So നമ്മൾ ചെക്ക് ചെയ്യും. Arrival time 0. Arrival time 0 means P1 ആണ്. P1 ready ആയി. Okay. P1 ആണ് ready ആണ്. അപ്പോൾ at 0 millisecond, P1 is ready. And the priority of P1 is 2 millisecond. Okay. So നമുക്ക് എന്ത് ചെയ്യാം? P1 ന്റെ total burst time 10 ആണ്. Okay. അപ്പോൾ priority 2 ആണ്. But anyway, P1 has to be executed. Because P1 മാത്രമേ ഉള്ളൂ at arrival time 0. Okay. അപ്പോൾ എത്ര എക്സിക്യൂട്ട് ചെയ്യണം? നോക്കൂ, നെക്സ്റ്റ് പ്രോസസ് അറൈവ് ചെയ്യുന്നത് at time 2 ആണ്. കണ്ടോ? at time interval 2 millisecond. സോ ആ ഒരു 2 millisecond വരെ ആർക്ക് കൊടുക്കാം? P1 കൊടുക്കാം. ബിക്കോസ് ഇൻ ബിറ്റ്വീൻ വേറെ ആരും വരുന്നില്ല. ഇപ്പൊ 1 millisecond ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് ഇറ്റ്. ഓക്കെ. ഇവിടെ എന്താണ്? നെക്സ്റ്റ് ഒരു പ്രോസസ്സ് വരുന്നത് 2 millisecond. സോ നമുക്കിപ്പോ P1 ആണ് റെഡി ആയിട്ടുള്ളത്. സോ P1 2 millisecond വരെ വർക്ക് ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് 0 to 2 millisecond ആർക്ക് കൊടുത്തു? P1. ഓക്കെ. ടോട്ടൽ P1 10 യൂണിറ്റ് വർക്ക് ചെയ്യണം. അതിൽ 2 യൂണിറ്റ് മാത്രമാണ് ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ബാലൻസ് 8 ആണ്. മനസ്സിലായോ എന്തുകൊണ്ടാണ് 2 വരെ നമ്മൾ കൊടുത്തത്? നെക്സ്റ്റ് അറൈവൽ ടൈം 2 ആണ്. സോ അതുവരേക്കും നോ വൺ ഇസ് ദെയർ ടു കോമ്പീറ്റ്. ആരുമില്ല. സോ P1 can be executed. Okay. Next, at 2 millisecond. Okay. At 2 millisecond നമ്മൾ ചെക്ക് ചെയ്തു. Which all processes are ready? P1 was ready. P1 was ready and P2 got ready. P2 arrival time 2 ആണ്. P2 വന്നു. P1 വന്നു, P2 വന്നു. Check the priority. Priority of P1 is 2 and P2 is 1. Okay. So എന്താണ്? P2 ആണ് സെലക്ട് ആവുക. ഓക്കെ. P2 ആണ് സെലക്ട് ആവുക. കാരണം ഹയസ്റ്റ് പ്രയോറിറ്റി P2 നാണ്. ഓക്കെ.
സോ P2 വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യണം? ആക്ച്വലി P2 ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി P3 ആണ്. ഓക്കെ, P3 ഇനിയും അറൈവ് ചെയ്തിട്ടില്ല. P3ക്കാണ് ഇമ്പോർട്ടൻസ്. സോ P3 വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ആരെങ്കിലും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂഷൻ കൊടുക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യണം? P3 നോക്കൂ, അറൈവൽ ടൈം നെക്സ്റ്റ് മില്ലി സെക്കൻഡിൽ, ഇപ്പൊ 2 മില്ലി സെക്കൻഡിലാണ് നമ്മൾ ഉള്ളത്. 3 മില്ലി സെക്കൻഡിൽ ആര് വരുന്നുണ്ട്? P3 വരുന്നുണ്ട്. സോ P3ക്കാണ് പ്രയോറിറ്റി കൂടുതൽ. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത P2 ജസ്റ്റ് 1 മില്ലി സെക്കൻഡ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ P2 വിൽ ബി സെലക്ടഡ്. ഇവിടുന്ന് സെലക്ട് ചെയ്യും. P2ന്റെ ബേസ്റ്റ് ടൈം 5 ആണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഫോർ 1 മില്ലി സെക്കൻഡ്. ഓക്കെ, അപ്പൊ 2 to 3 2 മില്ലി സെക്കൻഡ് മാത്രമേ 1 മില്ലി സെക്കൻഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ P2. അപ്പൊ ബേസ്റ്റ് ടൈം നോക്കണം. ബേസ്റ്റ് ടൈം ഓൾറെഡി 5 ആയിരുന്നു. നെക്സ്റ്റ് ബേസ്റ്റ് ടൈം എന്താവും? 4 ആവും. ബേസ്റ്റ് ടൈം സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീംറ്റീവിന്റെ കേസിൽ എപ്പോഴും ബേസ്റ്റ് ടൈം കുറഞ്ഞു വരും. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ P1ന്റെ കേസിൽ നമ്മൾ 2 യൂണിറ്റ് കഴിഞ്ഞു. സോ ബാലൻസ് ഈസ് 10 - 2 8 ആണ്. ഇവിടെ ഇപ്പൊ P2 1 യൂണിറ്റ് വർക്ക് ചെയ്തു. സോ ടോട്ടൽ 5 യൂണിറ്റ് ആണ് ഉണ്ടായത്. 1 യൂണിറ്റ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഈസ് 5 - 1 4 ആണ് വരിക. ഓക്കെ, അപ്പൊ നോക്കി നെക്സ്റ്റ് 83 മില്ലി സെക്കൻഡ്. 3 മില്ലി സെക്കൻഡിൽ ആരൊക്കെയാണ് റെഡി? P1 റെഡിയാണ്, P2 റെഡിയാണ്, P3 വന്നു. P3 റെഡിയാണ്. ചെക്ക് ദ പ്രയോറിറ്റി. P3യുടെ പ്രയോറിറ്റി ആണ് ഹയസ്റ്റ് ബിക്കോസ് 0 ആണ്. സോ P3 ഷുഡ് ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, P3 ഷുഡ് ബി എക്സിക്യൂട്ടഡ്. ഹയസ്റ്റ് പ്രയോറിറ്റി ആണ്. സോ ബേസ്റ്റ് ടൈം എത്രയാണ്? 2 മില്ലി സെക്കൻഡ് ആണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം? P3ക്ക് എക്സിക്യൂട്ട് ചെയ്യാം. കാരണം ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി P3 ആണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. P3യുടെ എക്സിക്യൂഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ്. ഓക്കെ, സോ 2 യൂണിറ്റ് വർക്ക് ചെയ്യും. സോ 5 മില്ലി സെക്കൻഡ് ആയി. ഓക്കെ, ഇതാ 5 മില്ലി സെക്കൻഡ് ആയി. P3 വർക്ക് ചെയ്തു, 5 മില്ലി സെക്കൻഡ് ആയി. നെക്സ്റ്റ് അറൈവൽ ടൈം എന്താണ്? 5 ആണ്. ഓക്കെ, നമ്മുടെ കംപ്ലീഷൻ ഇപ്പൊ 5 തന്നെയാണ്. സോ 5 മില്ലി സെക്കൻഡിൽ ആരൊക്കെയാണ് റെഡി? ഓൾ പ്രോസസ് ഗോട്ട് റെഡി. അതിൽ P3 കംപ്ലീറ്റ് ആയി. റെസ്റ്റ് ഓഫ് ഓൾ ദ പ്രോസസ് ഗോട്ട് റെഡി. P1 റെഡിയാണ്, P2 റെഡിയാണ്, ആൻഡ് P4ഉം റെഡിയാണ്. സോ ചെക്ക് ദ പ്രയോറിറ്റി. പ്രയോറിറ്റി ഏതായിരിക്കാണ്? P2നാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, 1 വരുന്നത് P2 ആണ്. സോ P2 ഷുഡ് ബി എക്സിക്യൂട്ടഡ്. സോ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം? എല്ലാവരും റെഡി ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പ്രയോറിറ്റി നോക്കിയിട്ട് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, SJFന്റെ പ്രിമിറ്റീവ് പറഞ്ഞ പോലെ ആ ഒരു അറൈവൽ ടൈമിന്റെ ലാസ്റ്റ് വരെ നോക്കുക. അതിന്റെ ഇടയിൽ സ്വിച്ചിങ് വിൽ ബി ദെയർ. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? SJFന്റെ കേസിൽ ഷോർട്ടസ്റ്റ് ജോബ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 5 മില്ലി സെക്കൻഡ് ആണ്. 5 മില്ലി സെക്കൻഡ് ആകുമ്പോഴേക്കും എല്ലാവരും വന്നു കഴിഞ്ഞു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രയോറിറ്റി ഓർഡറിൽ എക്സിക്യൂഷൻ ചെയ്യാം. സോ P2 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. P2ന്റെ ബേസ്റ്റ് ടൈം എത്രയായിരുന്നു? ഇനീഷ്യലി 5 ആയിരുന്നു, ബട്ട് 1 യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. സോ ബാക്കിയുള്ളത് 4 യൂണിറ്റ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ്. 5 + 4 9. P2 ഗോട്ട് കംപ്ലീറ്റഡ്. ഇനി നെക്സ്റ്റ് എന്താണ്? അറ്റ് 9 മില്ലി സെക്കൻഡ്. 9 മില്ലി സെക്കൻഡിൽ P1ഉം P4ഉം ആണുള്ളത്. പ്രയോറിറ്റി ഗോസ് ടു P1. ഓക്കെ, ആൻഡ് കംപ്ലീഷൻ ടൈം ഈസ് 8 ബിക്കോസ് 2 ഓൾറെഡി കംപ്ലീറ്റഡ്. സോ ഇനി ബാക്കിയുള്ളത് 8 ആണ്. 8 യൂണിറ്റ് വർക്ക് ചെയ്യും. ആൻഡ് അറ്റ് ലാസ്റ്റ് 17 മില്ലി സെക്കൻഡിൽ എന്ത് ചെയ്യും? P4 എക്സിക്യൂട്ട് ആവും. ലാസ്റ്റ് P4 വിത്ത് ബേസ്റ്റ് ടൈം എത്രയാണ്? ബേസ്റ്റ് ടൈം 20 ആണ്. സോറി, ബേസ്റ്റ് ടൈം ഇസ് 20. സോ 17 + 20 37. ഓക്കെ, ലാസ്റ്റ് P4 വർക്ക് ആവും. ഓക്കെ, ദെൻ ഡ്രോ ദ ടേബിൾ. സോ ഇവിടെ പ്രിമിറ്റീവ് വേർഷൻ ആണ്. പ്രിമിറ്റീവ് വേർഷനിൽ നമ്മൾ നോക്കേണ്ടത് 1 by 1 നോക്കണം. 0 മില്ലി സെക്കൻഡ് നോക്കുക, 1 മില്ലി സെക്കൻഡിൽ നോക്കുക, 2 മില്ലി സെക്കൻഡ്, 3 മില്ലി സെക്കൻഡ്, അങ്ങനെ നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. ഓക്കെ, എനി ഡൗട്ട്? ഓൾമോസ്റ്റ് പ്രിമിറ്റീവിന്റെ ചെയ്യുന്ന കോൺസെപ്റ്റ് സെയിം ആണ്. കാരണം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അറൈവൽ ടൈമിന്റെ ആ ഒരു ലാസ്റ്റ് വരെ നമ്മൾ മോണിറ്റർ ചെയ്യുക. 1 by 1 ആയിട്ട് മോണിറ്റർ ചെയ്യുക. ഓക്കെ, SJF ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബേസ്റ്റ് ടൈമിനെ ബേസ് ചെയ്തിട്ട്, സ്മോൾ ബേസ്റ്റ് ടൈമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും, പ്രിമിറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? പ്രയോറിറ്റി ഓർഡറിൽ ചെയ്യാം. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ P1 ആണ് ഫസ്റ്റ് ചെയ്തത്. ഇറ്റ് ഇസ് നോട്ട് ദ ഹയസ്റ്റ്. P2 ആണ് ഫസ്റ്റ് നെക്സ്റ്റ് ചെയ്തത്. ഇറ്റ് ഇസ് നോട്ട് ദ ഹയസ്റ്റ്.
നെക്സ്റ്റ് സെക്കൻഡില് 3rd millisecond P3 വന്നു, and it is the highest one. Okay, so it can be scheduled completely. Okay. Clear ആണോ? തുളസി, നിഹാൽ, അനുജ. ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ടാവുക? സെയിം ഇതുപോലെ ഒരു ടേബിൾ ആണ് തരിക. സെയിം ഇതുപോലെ ഒരു ടേബിൾ തരും. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടേൺ അറൌണ്ട് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം. അവർ പറയും പ്രീംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണെന്ന് പറയും. പ്രയോറിറ്റി ഷെഡ്യൂളിംഗിന്റെ ബ്രാക്കറ്റിൽ പ്രീംറ്റീവ് ആണോ നോൺ പ്രീംറ്റീവ് ആണോ എന്ന് അവർ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ സബ് പാർട്ട് ഉണ്ടാവും. ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എ പാർട്ടിൽ FCFS, ബി പാർട്ടിൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് പ്രീംറ്റീവ് എന്ന് പറഞ്ഞിട്ട് വരും. സോ FCFSന്റെ കേസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രയോറിറ്റി നോക്കുകയേ വേണ്ട, ആ കോളം നോക്കേണ്ട ആവശ്യമില്ല FCFSന്റെ കേസിൽ. ഓക്കെ, പ്രയോറിറ്റി നോക്കണ്ട, നിങ്ങൾക്ക് FCFS ചെയ്യാൻ പറ്റും. അതിന്റെ ബി പാർട്ടിലാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ചോദിച്ചത്. സോ ആ സമയത്ത് എന്ത് ചെയ്യുക? പ്രയോറിറ്റിയും കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ, ഇങ്ങനെ വരുള്ളൂ. അറൈവൽ ടൈമും ബേഴ്സ്റ്റ് ടൈമും, അറൈവൽ ടൈം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു രീതിക്ക് തന്നെ ഞാൻ എക്സാമ്പിൾ എടുത്തത്. അല്ലാതെ അറൈവൽ ടൈം 0 ആണെങ്കിൽ ഇറ്റ് ഡസന്റ് മാറ്റർ, നിങ്ങൾക്ക് വേഗം എഴുതാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പഠിച്ചിട്ട് പോയാലേ യൂണിവേഴ്സിറ്റി എക്സാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തരുത്, ആൻഡ് എക്സിക്യൂഷൻ ഗാൻ ചാർട്ടിൽ ഡിഫറൻസ് വരുത്തരുത്. ആ ഒരു കേസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ ദ മാർക്സ്. Okay, consider one more example. Okay, see here there are 5 processes. Okay, 5 processes are there. Arrival time, burst time, priority are given. Okay, you have to find out average turnaround time and the average waiting time. Okay, so here the highest priority ആർക്കാണ്? P4 നാണ്. Okay, but P4 won't be executed because arrival time എത്രയാണ്? 3 ആണ്. It won't be executed. So നമ്മൾ എന്ത് ചെയ്യണം? Preemptive ആണ്. So first of all arrival time 0 നമ്മൾ ചെക്ക് ചെയ്യുക. At 0 millisecond നമ്മൾ ചെക്ക് ചെയ്യുക. ആരാണ് റെഡി ആയിട്ടുള്ളത്? P1 മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഓക്കെ, P1 മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ആൻഡ് ദ പ്രയോറിറ്റി ശരിക്കും പറഞ്ഞാൽ 5 ആണ്. ബട്ട് നമ്മളിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം വേറെ ആരും റെഡി അല്ല. ഓക്കെ, P1 got ready, P1 has to be executed. ഓക്കെ, ഇനി എത്ര എക്സിക്യൂട്ട് ചെയ്യണം? സി ദ നെക്സ്റ്റ് അറൈവൽ ടൈം P2 1 millisecond ആണ്. ഓക്കെ, P2 വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ കുറച്ചും കൂടെ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സാണ്. സോ എന്ത് ചെയ്യാം? P1ന് ജസ്റ്റ് ഒരു 1 millisecond മാത്രമേ എക്സിക്യൂഷൻ കൊടുക്കണ്ടുള്ളൂ. 1 millisecond കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അറ്റ് 1 millisecond ആരൊക്കെ റെഡിയാണ്? P1 റെഡിയാണ്, P2 റെഡിയാണ്. ഓക്കെ, സോ നോക്കുക, പ്രയോറിറ്റി നോക്കുമ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്? P2നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, P2ന് കൊടുക്കാം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് ബേഴ്സ്റ്റ് ടൈം യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, ബേഴ്സ്റ്റ് ടൈം യു ഹാവ് ടു റൈറ്റ് ബിക്കോസ് ഹിയർ for 1 millisecond P1 got executed. Appo total burst time will be 9 minus 1 8. Okay, so P2 should be executed here. Okay, at 1 millisecond you are selecting P2. Okay, priority 3 aanu, so you have to select P2. Okay, so for how many duration? See, the next arrival time is at 2 millisecond. Okay, so at 2 millisecond another process is coming, P3 is coming. Okay, with highest priority. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? P2ന് നമുക്ക് ജസ്റ്റ് ഒരു 1 millisecond എക്സിക്യൂഷൻ കൊടുക്കാം. ഓക്കെ, 1 millisecond. ഓക്കെ, സോ 1 to 2 ഡ്യൂറേഷൻ P2 വർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു? അറ്റ് 2 millisecond യു ആർ ചെക്കിംഗ് P1, P2, P3. 3 processes are ready. Okay, at 3 millisecond 2 millisecond 3 processes are ready. അതിൽ P3 ആണ് ഹയസ്റ്റ്. സോ P3 should be executed and it has to be completed. കാരണം എന്താ? P3 is the highest priority process. So burst time 5 ആണ്. So it has to be completed. So 2 to 5, 2 plus 5, 7 millisecond. അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ സ്വിച്ചിങ് എവിടെയാ വന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ
P1 കേസിൽ P1 നിങ്ങൾ 1 മില്ലി സെക്കൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം നെക്സ്റ്റ് മില്ലി സെക്കൻഡിൽ P2 ഒക്കേഴ്സ്. ഓക്കെ, അപ്പൊ P2നും എന്ത് ചെയ്തു, 1 മില്ലി സെക്കൻഡ് കൊടുത്തു, കാരണം നെക്സ്റ്റ് മില്ലി സെക്കൻഡിൽ P3 വരുന്നുണ്ട് വിത്ത് ഹയസ്റ്റ് 1. സോ അതിന് കൊടുക്കണം CPU. P3 കംപ്ലീറ്റ് ആവും ബൈ 7 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അറ്റ് 7 മില്ലി സെക്കൻഡ് നോക്കാം, കാരണം ഇനി എന്താണെന്ന് വെച്ചാൽ ഓൾ ദ പ്രോസസ് ഗോട്ട് അറൈവ്ഡ്. ഓക്കെ, എല്ലാ പ്രോസസ്സും അറൈവ് ചെയ്തു. സോ എന്ത് ചെയ്യാം, P1, P2, P4, P5, 4 processes are ready. In that you have to select the highest priority. P4 ആണ്. P4 will be completed. ഇനി സ്വിച്ചിങ് ഉണ്ടാവില്ല. ഓക്കെ, കാരണം എല്ലാവരും റെഡി ആണ്. സോ എല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ then എന്താണ്, based on the priority you can select. Okay, so P4 will be selected and it will be completed at 14. Next 14 millisecond ആണ്. അവിടെ നിങ്ങൾക്ക് 3 ആൾ റെഡി ആണ്. അതിൽ P2 will be selected. Okay, P2 ആണ് highest one. P2 will be selected. Then at 17 millisecond, P1 and P5 are ready and P5 will be selected. And at last 20 millisecond, P1 will be completed. Okay, P1 is completed. So അതാണ് പറഞ്ഞത്, P1 initially P1 was ready at arrival time 0, but it is completed at last only. Okay, initially ready ആണ്, but due to the scheduling P1 got completed at last because it is the least priority. Okay, this is starvation. For ഇത്രയും time P1 will be waiting. Even though it is ready, it will be waiting in the ready queue. Okay, so അതാണ് ഇതിന്റെ solution and table. Okay, this is the primitive version of priority scheduling. Is it clear? Okay, next ഒരു one algorithm നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, റൗണ്ട് റോബിൻ അൽഗോരിതം. ആൻഡ് അതിന് വേറെ വേർഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിന് ജസ്റ്റ് അതൊന്ന് പഠിക്കേ വേണ്ടുള്ളൂ. ഓൾ അൽഗോരിതംസ് ആർ ഇമ്പോർട്ടന്റ്. ഏത് വേണമെങ്കിലും ഷഫിൾ ചെയ്തിട്ട് ചോദിക്കാം ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ എന്തായാലും യു ഹാവ് ടു സ്റ്റഡി ഓൾ ദ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. യു ഹാവ് ടു വർക്ക് ഔട്ട് ദ പ്രോബ്ലംസ്. ഓക്കെ, ഐ വിൽ ബി ഗിവിംഗ് യു ദ പ്രോബ്ലംസ്. അസൈൻമെന്റിൽ ഞാൻ തന്നിട്ടുണ്ട്. You have to work out that also. Okay, just ഒരു ലോജിക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്സ് ഒന്നും വരില്ല. ഓക്കെ, സൈഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യു ക്യാൻ വർക്ക് ഔട്ട് ആൻഡ് ഡു. ജസ്റ്റ് ഒരു സ്റ്റെപ്സ് പോലും ഇല്ലാതെ യു ക്യാൻ ഡു ഇഫ് യു ആർ പ്രാക്ടീസിങ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? അനീഷ്, ആദിത്യ, ഐശ്വര്യ, നിവേദ്യ, മിൻഹാജ്, ആരോമൽ, റാസി, സങ്കീർത്തന, ഷബിൻ, തേജ, വൈഷ്ണവി. ക്ലിയർ? ഓക്കെ, so acknowledge please. Ashish, Anil, Abhinav, okay, Abhishek, Aditya, Aishwarya, Agil CV, Agil CV, Agil K, Amal, Anina, Amina, okay, Anirudh, Anjita, Anuja, Anupama, Aromal, Arpit, Arundat, Ashwin, Fasna, Fatima Ramshada, Hrutul, Jerish, Khadija, Likith, Mariam, Liana,
Mithun, Nasif, absent. Okay, Minhaj, Nihal. Okay, Minhaj. Sali, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Riswin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tulasi, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish. ടീച്ചർ നാസിക് പ്രസന്റ് ആണ്. ഓക്കെ യാദവ് ഉണ്ടോ? അമൽ രവീന്ദ്രൻ. Okay, Yadav absent. Okay, so absent is Agil CV, Hrutul, Jarish and Yadav. Okay, thank you.